ചില ക്രിയേറ്റേഴ്സ് അറിയാതെ ചില ക്രിയേറ്റേഴ്സ് അറിഞ്ഞുകൊണ്ടും അവരുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് മിസ്റ്റേക്സ് എല്ലാം വരുത്താറുണ്ട്. അതായത് ചില ചാനലുകൾ എന്തെന്ന് വെച്ചാൽ അവർക്ക് ചില പോളിസിയെക്കുറിച്ച് അധികം അറിവില്ലായിരിക്കാം. അതിനാൽ തന്നെ അവർ അത്തരത്തിൽ വീഡിയോസ് എല്ലാം ചെയ്ത് അതിലേക്ക് എന്തെങ്കിലും ക്ലെയിം എല്ലാം വരുമ്പോഴാണ് അവർ ഇതിനെക്കുറിച്ചെല്ലാം ഒരു ധാരണ വരിക. തുടക്കക്കാർക്ക് ഇത്തരത്തിൽ ഒരുപാട് അബദ്ധങ്ങളെല്ലാം പറ്റാറുണ്ട്. എന്നാൽ ഇനി മറ്റൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കുറേ കാലം വീഡിയോസ് എല്ലാം ചെയ്തു കൺസിസ്റ്റൻ്റായി ചിലപ്പോൾ ചെയ്യാനൊന്നും സാധിച്ചിട്ടുണ്ടാകില്ല. ഇത്തരത്തിൽ വീഡിയോസ് എല്ലാം ചെയ്തതിന് ശേഷം ഗ്രോത്ത് ഒന്നും കാണാതാകുമ്പോൾ നമുക്ക് യൂട്യൂബ് നിർദ്ദേശിക്കുന്ന ലിമിറ്റ് ഇതിൽ കൂടുതൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. അതായത് ഇത്തരത്തിൽ ഈ ഒരു കാര്യം ചെയ്തതുകൊണ്ട് എൻ്റെ ചാനലിന് അധികം ഗ്രോത്ത് ഒന്നും കാണാൻ സാധിക്കുന്നില്ല, അതിനാൽ തന്നെ മറ്റുള്ളവരുടെ കണ്ടന്റ് എല്ലാം നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അവരുടെ ചാനലിലേക്ക് ചിലപ്പോൾ ഗ്രോത്ത് എല്ലാം വരാം. കാരണം ഇത് മറ്റൊരാളുടെ കണ്ടന്റ് യൂസ് ചെയ്താണ് നമ്മുടെ ചാനലിൽ ഗ്രോത്ത് എല്ലാം വരുന്നത്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ എങ്ങനെയെങ്കിലും ചാനൽ ഗ്രോത്ത് വന്നാൽ മതി എന്ന തരത്തിലായിരിക്കും ഇപ്രകാരം ചെയ്യുക. എന്നാൽ ഇപ്രകാരം ചെയ്ത് അവർക്ക് കുറച്ച് ഗ്രോത്ത് എല്ലാം ആകുമ്പോഴായിരിക്കും ഇത്തരത്തിൽ അവർ നേരത്തെ ചെയ്തിരിക്കുന്ന ഈ വീഡിയോസ് എല്ലാം വീണ്ടും തലവേദനയാകുന്നത്. അതായത് അതിലേക്ക് ക്ലെയിം വരാം. എന്നാൽ പെട്ടെന്ന് നമ്മൾ ഒരുപാട് വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ നിന്നും ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ ചാനൽ ഗ്രോത്തിന് ഇതിന് നെഗറ്റീവായി വരികയും ചെയ്യാം. അതിനാൽ തന്നെ ഇത്തരത്തിൽ കുറേ ക്രിയേറ്റേഴ്സ് ഈ രണ്ട് കാറ്റഗറിയിലെല്ലാം വന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇത്തരത്തിൽ നമുക്ക് എന്തെങ്കിലും ക്ലെയിം എല്ലാം വന്നു, നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയതിനു ശേഷം ഇത്തരത്തിൽ വീണ്ടും റീയൂസ്ഡ് കണ്ടന്റ് ക്ലെയിം എല്ലാം വരാം. അതിനാൽ തന്നെ ഇത്തരത്തിൽ ക്ലെയിം എല്ലാം വന്നതിന് ശേഷം നിങ്ങളുടെ ചാനൽ ഡീമോണിറ്റൈസ് ആവുകയാണെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്ക് ഡീമോണിറ്റൈസ് ആയിരിക്കുന്ന സമയത്തൊന്നും നിങ്ങൾക്ക് അതിൽ നിന്നുള്ള റവന്യൂ ഒന്നും കിട്ടില്ല. ഇപ്പോൾ ലേറ്റസ്റ്റായ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇത്തരത്തിൽ നിങ്ങൾക്ക് കുറച്ച് റവന്യൂ എല്ലാം വന്നിരിക്കുന്ന സമയത്താണ് ഡീമോണിറ്റൈസ് ആകുന്നത് എങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഇത്തരത്തിൽ വന്നിരിക്കുന്ന ഈ റവന്യൂ കൂടി നഷ്ടമാകാമെന്നാണ്. അതായത് നിങ്ങൾ വീണ്ടും റീ അപ്ലൈ ചെയ്ത് മോണിറ്റൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ നിങ്ങളുടെ ചാനലിൽ ഉണ്ടായിരുന്ന ഈ റവന്യൂ നിങ്ങളുടെ ആഡ്സെൻസിലേക്ക് ആഡ് ആകില്ല. കാരണം ഇത്തരത്തിൽ ഡീമോണിറ്റൈസ് ആയതുകൊണ്ട് തന്നെയാണ് ഇത് ആഡ് ആകാത്തത്. അതിനാൽ തന്നെ നമുക്ക് ഡീമോണിറ്റൈസേഷൻ എന്നത് വളരെ റിസ്ക് പിടിച്ചതും വളരെ തലവേദന പിടിച്ചതുമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു മിസ്റ്റേക്ക് ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾക്കുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയാം. നിങ്ങൾ നല്ല രീതിയിൽ ചാനൽ ഗ്രോത്ത് എല്ലാം വന്നു, നിങ്ങൾക്ക് അധികം ഇത്തരത്തിൽ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, അധികം ക്ലെയിം ഒന്നും വരുന്നില്ല എങ്കിൽ നിങ്ങളുടെ ചാനൽ തുടക്കത്തിൽ കുറച്ച് വീക്കായി എങ്കിലും, അതായത് ചാനൽ ഗ്രോത്ത് എല്ലാം വളരെ കുറവാണ് എങ്കിലും ഒരു സമയം എത്തുമ്പോൾ നിങ്ങൾ കറക്റ്റായി കൺസിസ്റ്റൻ്റായി വീഡിയോ ചെയ്യുമ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് നാച്ചുറൽ ഗ്രോത്ത് എല്ലാം കാണാൻ സാധിക്കും. അതുവഴി നിങ്ങൾക്ക് ഇത്തരത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിനാൽ, അതായത് നിങ്ങളുടെ ഹിസ്റ്ററി എല്ലാം ക്ലീൻ ആയതുകൊണ്ട് തന്നെ, നിങ്ങൾക്ക് അധികം ക്ലെയിം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ചാനൽ അവിടെ നിന്നും ഗ്രോത്ത് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റീയൂസ്ഡ് കണ്ടന്റ് പ്രശ്നങ്ങളെല്ലാം വരുന്ന ചാനലുകൾ, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ കണ്ടന്റ് എല്ലാം ചെയ്യുന്ന ചാനലുകൾ, ഇതെല്ലാം നമുക്ക് അത്രത്തോളം ഗ്രോത്തിലേക്ക് പോവുക എന്നത് വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. കാരണം ഇതെല്ലാം നമ്മുടെ ചാനലിന് നെഗറ്റീവായിട്ട് വരും, ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ക്ലെയിം എല്ലാം വരുന്നത്. അതിനാൽ തന്നെ നിങ്ങൾ നാച്ചുറൽ ഗ്രോത്ത് എല്ലാം ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നിങ്ങളുടേതായ കണ്ടന്റ് എല്ലാം ആഡ് ചെയ്ത് നിങ്ങളുടെ ചാനൽ ഗ്രോത്തിന് വേണ്ടി ശ്രമിക്കുക. മറ്റുള്ളവരുടെ കണ്ടന്റ് ഇടുന്നതിലുള്ള റിസ്ക് എല്ലാം ഇപ്പോൾ ഈ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് വ്യക്തമായിരിക്കുമെന്ന് കരുതുന്നു. ഇപ്പോൾ നിങ്ങളുടെ ചാനൽ ഇതുപോലെ ഡീമോണിറ്റൈസ് ആയതിനു ശേഷം വീണ്ടും നിങ്ങൾ മോണിറ്റൈസേഷൻ റീ അപ്ലൈ ചെയ്യുന്നതിന് ഇതിന് 90 ദിവസം അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന ദിവസമെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഇത് റീ അപ്ലൈ ചെയ്യാനെല്ലാം സാധിക്കുക. ഇപ്രകാരം റീ അപ്ലൈ ചെയ്തതിന് ശേഷവും നിങ്ങൾ ചെയ്യേണ്ടതായ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, എൻ്റെ ഒരു സബ്സ്ക്രൈബർ അവരുടെ ചാനൽ ഇത് ഡീമോണിറ്റൈസ് ആയിരുന്നു, അതിനുശേഷം അവർ ഇത് റീ അപ്ലൈ ചെയ്തു, അതായത് നിർദ്ദേശിച്ചിരിക്കുന്ന സമയമെല്ലാം കഴിഞ്ഞ് റീ അപ്ലൈ ചെയ്ത് അവരുടെ ചാനലിന് മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടി. എന്നാൽ അവർക്ക് വന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുറച്ച് ഡോളർ അവർക്ക്, അതായത് നേരത്തെ അവരുടെ ചാനലിൽ ഉണ്ടായിരുന്ന ഡോളർ അവർക്ക് നഷ്ടമായി. ഇനി ഇത് റീ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വീണ്ടും നമ്മൾ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പോൾ എന്താണ് ഡീമോണിറ്റൈസ് ആയതിനു ശേഷം നമുക്ക് ഈ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടി, ഇനി നമുക്ക് ഇവിടെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അതായത് അവർക്ക് ഇത്തരത്തിലൊരു സ്ക്രീൻ എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ചോദിക്കുന്നത് എന്ന് നോക്കാം. ഇതെന്താണെന്ന് പറഞ്ഞുതരോ? വാച്ച് പേജ് ആഡ്സ് എന്ന് പറഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കാണിക്കുന്നത്? ഇത് വാച്ച് പേജ് ആഡ്സ് ഫിനിഷ് സെറ്റപ്പ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരത്തിൽ നമ്മുടെ ചാനൽ ഡീമോണിറ്റൈസ് ആയിട്ടുണ്ടെങ്കിൽ
നമ്മൾ ഇത് വീണ്ടും നമ്മുടെ വീഡിയോസ് എല്ലാം മോണിറ്റൈസേഷൻ ഓൺ ചെയ്യണം. അതായത് ഇതിലേക്ക് ആഡ് വരണമെങ്കിൽ എല്ലാ വീഡിയോസിനും ഈ ഒരു മോണിറ്റൈസേഷൻ ഓൺ കൊടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ നെക്സ്റ്റ് എന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഫിനിഷ് സെറ്റപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇനി നിങ്ങൾക്ക് അടുത്തതായി ഇത്തരത്തിൽ ഒരു സ്ക്രീൻഷോട്ടാണ് കാണാൻ സാധിക്കുക. യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആൻഡ് പ്ലേസ് ആഡ്സ് ഫോർ ഈച്ച് വീഡിയോ എന്നൊരു ടാബിലേക്ക് വരും. അപ്പോൾ ഇത് മറ്റൊന്നുമല്ല, നമ്മൾ 8 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ള അല്ലെങ്കിൽ ലോങ് വീഡിയോസ് എല്ലാം ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ചെയ്യുന്ന വീഡിയോസിൽ എവിടെയാണ് മിഡ് റോൾ ആഡ്സ് എല്ലാം പ്ലേസ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത്. അത് യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക്കലി ഡിസൈഡ് ചെയ്യാം എന്നാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് നെക്സ്റ്റ് എന്ന് ടാപ്പ് ചെയ്ത് ഇത് എഗ്രി ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട ഭാഗത്ത് തന്നെ ഇത്തരത്തിൽ നിങ്ങൾക്ക് 8 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ള വീഡിയോയ്ക്ക് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം എവിടെയാണ് ആഡ് വരേണ്ടത് എന്ന് നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും. എന്നാൽ ഇപ്രകാരം നമ്മൾ ഇത് നെക്സ്റ്റ് എന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തതായി ഇങ്ങനെ ഒരു സ്ക്രീനാണ് ലഭിക്കുക. വിച്ച് വീഡിയോസ് ഡു യു വാണ്ട് ടു മോണിറ്റൈസ് എന്ന്. അപ്പോൾ ഉറപ്പാണ് നമ്മുടെ എല്ലാ വീഡിയോസും നമുക്ക് മോണിറ്റൈസ് ചെയ്താലാണ് അതിലേക്ക് നമുക്ക് അഡ്വർടൈസ്മെൻ്റ് എല്ലാം വരുമ്പോൾ അതിൽ നിന്നുള്ള റവന്യൂ എല്ലാം വരിക. അതിനാൽ തന്നെ നമ്മൾ ഇവിടെ ആൾ ഓഫ് ദി എക്സിസ്റ്റിംഗ് വീഡിയോസ് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം മോണിറ്റൈസ് ഓൾ എന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇപ്രകാരം ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതെല്ലാം അവർ കറക്റ്റായി സെറ്റ് ചെയ്തു. അതിനുശേഷം യു ആർ യൂട്യൂബ് പാർട്ട്ണർ, അതുപോലെ തന്നെ നമുക്ക് ഇവർക്ക് വന്നിരിക്കുന്ന $106 $106 ഇപ്പോൾ ഇവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ മാസത്തെ റവന്യൂ കൂടി ആഡ് ചെയ്ത് അവർക്ക് ഈ ജനുവരി 22 ആകുമ്പോഴേക്കും ഈ എമൗണ്ട് എല്ലാം അവർക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇപ്രകാരമാണ് ഇത് വർക്കാകുന്നത്. നിങ്ങളുടെ ചാനൽ ഡീമോണിറ്റൈസ് ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ വീണ്ടും ഇതുപോലെ നിങ്ങളുടെ എല്ലാ വീഡിയോസിൻ്റെയും ആഡ് ഓപ്ഷൻസ് എനേബിൾ ചെയ്തിരിക്കണം. അതാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ ചാനൽ ഡീമോണിറ്റൈസ് ആവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ സ്വന്തം കണ്ടന്റുകൾ ചെയ്തു തുടങ്ങുക എന്നതാണ്. മറ്റുള്ളവരുടെ കണ്ടന്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൽ റിസ്ക് ഉണ്ട്. അതുപോലെ നിങ്ങളുടെ ചാനൽ ഗ്രോത്ത് എല്ലാം കുറയാനും അത് കാരണമാകും. തീർച്ചയായും ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം മനസ്സിലാക്കുക. അതുപോലെ ഫ്യൂച്ചറിൽ ഒരുപാട് നല്ല യൂട്യൂബ് റിലേറ്റഡ് വീഡിയോസ് എല്ലാം ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് നമ്മുടെ വീഡിയോസ് എല്ലാം ഒന്ന് റെക്കമെൻഡ് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്